മനുഷ്യന് മാത്രമല്ല വേനലിൽ പാമ്പുകളും ദാഹിച്ചു വലയുന്നുണ്ട്. പൊള്ളുന്ന ചൂടിൽ നിന്നും ഇവയുടെ ജീവൻ രക്ഷിക്കാൻ വെള്ളം നൽകുകയാണ് പാമ്പ് പിടുത്തക്കാരനായ കൈപ്പുറം അബ്ബാസ്. ഭൂമി ചുട്ടുപഴുക്കുന്നു. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. എന്നാൽ നമ്മൾ കാണാതെ പോകുന്ന ചില ജീവജാലങ്ങൾ ദാഹിച്ച് മരിക്കുന്നുണ്ട്. ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. ഭൂമിയുടെ അവകാശികളാണ് അവരും. വേനൽ രൂക്ഷമായതോടെ വീടുകളിലെ അകത്തളങ്ങളിലേക്ക് ഇഴജന്തുക്കൾ കയറിപ്പറ്റുന്നത് തണുപ്പ് തേടിയാണെന്ന് പാമ്പുപിടുത്തക്കാരനായ അബ്ബാസ് നിരീക്ഷിക്കുന്നു. ഇങ്ങനെ വീടുകളിൽ നിന്ന് പിടിക്കുന്ന പാമ്പുകൾക്ക് നൽകാൻ അബ്ബാസ് എപ്പോഴും ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതും. പാമ്പിനെ ഒന്ന് മെരുക്കിയെടുത്തതിനു ശേഷം ദാഹം തീരുവോളം അതിന് വെള്ളം നൽകും. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മൂർഖനാണേലും ഒന്ന് പത്തി താഴ്ത്തും. ആ പത്തിയിലൊന്ന് ചുംബിക്കാനും അബ്ബാസ് മറക്കില്ല. വീടിന് പുറത്ത് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നൽകണമെന്നും ജീവജാലങ്ങൾ അവയുടെ ദാഹം അകറ്റട്ടെയെന്നും അബ്ബാസ് പറയുന്നു. വർഷങ്ങളായി ഇവയ്ക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് അബ്ബാസ്. ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി മനുഷ്യരും അതേപോലെ തന്നെ പക്ഷിമൃഗാദികൾ, ഇഴജന്തുക്കൾ എല്ലാം വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ സമയത്ത് നമ്മൾ ഇത്തരം ജീവികളെ നമ്മൾ ദാഹജലം അകറ്റാൻ വേണ്ടി വെള്ളത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു തുള്ളി വെള്ളം നമ്മൾ ആ ജീവികൾക്ക് വേണ്ടി നമ്മൾ മാറ്റി കൊടുക്കുക. നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മളൊരു ചെറിയ പാത്രങ്ങളിലാക്കി കുറച്ച് വെള്ളങ്ങൾ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് വെച്ചു കൊടുക്കുക. ചെറിയ മരത്തിന്റെ മുകളിലാണെങ്കിൽ ഒരു കയറിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചു കൊടുക്കുക. അതേപോലെ പാമ്പുകൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ ആരും വെള്ളം കൊടുത്തു പോകരുത്. കാരണം അത് അനുകരിക്കാൻ പാടില്ല. ഞാൻ 29 വർഷമായി ഒരു പാമ്പ് പിടുത്തക്കാരനാണ്, ഒരു വിഷവൈദ്യനും കൂടിയാവുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പഠിക്കാതെ ഒരു കാരണവശാലും നമ്മൾ ഇതിനോട് അനുകരിക്കരുത്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ ചൂടുകാലം. നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മളെ വീടിന്റെ ജനൽപ്പാളികളെല്ലാം തുറന്നിട്ടിട്ടാണ് നമ്മൾ രാത്രി സമയത്ത് ഉറങ്ങാറ്. അത്തരം ഉറങ്ങുന്ന സമയത്ത് വീടിന്റെ ഉള്ളിലൂടെയൊക്കെ ഇഴജന്തുക്കൾ സഞ്ചരിച്ചു വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ അപകടങ്ങൾ സംഭവിക്കും. രാത്രികാലങ്ങൾ എലികൾ അതേമാതിരി തന്നെ പെരിച്ചാഴികളൊക്കെ രാത്രികാലങ്ങളിലാണ് കൂടുതൽ പുറത്തിറങ്ങി സഞ്ചരിക്കാറ്. ഇത്തരം ജീവികളെ ഭക്ഷണമാക്കിയെടുക്കാൻ പാമ്പുകൾ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്ന സമയം കൂടിയാണ് രാത്രി സമയം. അപ്പൊ ആ സമയത്ത് നമ്മൾ ജനൽപ്പാളികൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിലൂടെ നമ്മളെ എലികളോ അല്ല വല്ല പെരിച്ചാഴികളോ വീടിന്റെ ഉള്ളിൽ എത്താൻ സാധ്യതയുണ്ട്. അതിനെ നോക്കി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാമ്പുകൾ നമ്മളെ വീടിന്റെ പരിസരത്തെത്തും. വീടിന്റെ ബെഡ്റൂമിൽ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് വീടിന്റെ ഉള്ളിൽ നിന്ന് പാമ്പുകളൊക്കെ അകപ്പെട്ട് ഞാൻ പോയി പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജനൽപ്പാളികൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ പാമ്പ് കയറിക്കൂടി അതേ ഭാഗത്തിലൂടെ പാമ്പിന് സഞ്ചരിക്കാൻ ഒരിക്കലും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ജിഷാദ് വളാഞ്ചേരി, കേരള വിഷൻ.